തിരുവനന്തപുരത്തെ വ്യത്യസ്തമാക്കുന്ന നേരത്തെ ഹർഷം പറഞ്ഞു BJP-യുടെ സാന്നിധ്യമാണ്. BJP-യുടെ സാന്നിധ്യം മാത്രമല്ല, ഈ ഒന്നാം സ്ഥാനത്ത് 5 മണ്ഡലങ്ങളിൽ അവർ എത്തിയിട്ടുണ്ടെങ്കിൽ തന്നെയും കോൺഗ്രസ് ഒട്ടും വിട്ടുകൊടുക്കുന്ന മത്സരമല്ല ഇത്തവണ നടത്തുക. എന്നുവെച്ചാൽ ഏറ്റവും കൊള്ളാവുന്ന സ്ഥാനാർത്ഥികളെ കൊണ്ടുവന്ന് നിർത്തുക. അവർ കോർപ്പറേഷനിൽ ശബരിനാഥനെ പോലൊരു പ്രധാനപ്പെട്ട ആളെ നേതാവിനെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചിട്ട് അതായത് കോർപ്പറേഷൻ മത്സരം പോലും നമ്മൾ ചെറുതായിട്ട് കാണുന്നില്ല എന്ന തോന്നൽ നേരത്തെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തിരുവനന്തപുരത്ത് CPM-ഉം BJP-യും അവരുടെ ശക്തി കാണിക്കുമ്പോൾ ഒട്ടും കുറവല്ലാത്ത സാന്നിധ്യമായിരിക്കും. ഏറ്റവും കൊള്ളാവുന്ന സ്ഥാനാർത്ഥികളായിരിക്കും കോൺഗ്രസ് നിർത്തുക. അപ്പോൾ നമ്മൾ തിരുവനന്തപുരത്തെ ചില മണ്ഡലങ്ങളിലാണ് യഥാർത്ഥത്തിൽ ഈ കേരളത്തിലെ ത്രികോണ മത്സരം എന്ന അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇവർ ഈ പറയുന്ന പഴയ ആളുകൾ അതേ MLA-മാരെ തന്നെ നിലനിർത്തിയേക്കാമെന്ന തോന്നലിന് ഒരു സാങ്കത്യം ഉണ്ടായിട്ട് വരികയാണ്. കാരണം എന്തെങ്കിലും റിസ്ക് എടുക്കാൻ പറ്റില്ല. പുതിയൊരാൾ ഇത് ടെസ്റ്റ് ചെയ്യപ്പെട്ടതാണ്, വിജയിച്ചതാണ്, തരക്കേടില്ലാത്ത ഭൂരിപക്ഷമുള്ള ആളുകളാണ്. ഇപ്പോഴും ജനങ്ങൾക്ക് അവരോടുള്ള മനോഭാവം അറിയാൻ മാർഗമുണ്ട്. ഈ എതിർപക്ഷത്തുള്ള കോൺഗ്രസിൻ്റെയും മറ്റും തന്നെ സർവേകളിൽ ഇവരൊക്കെ ജനപ്രിയരാണ് എന്നത് പരസ്യമായിട്ടല്ലെങ്കിലും വന്ന വസ്തുതയുമാണ്. അതുകൊണ്ട് ഇങ്ങനെ ഇവരിലേക്ക് തന്നെ പോകുന്നത് സംഭവിക്കുന്നതിനാണ് നമുക്ക് ഈ പറഞ്ഞ ഒരു കാര്യമുണ്ട് കേട്ടോ സനീഷ്. ഇപ്പോൾ പറഞ്ഞ കോൺഗ്രസ് ഏറ്റവും സൂക്ഷ്മമായാണ് സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ. നമ്മൾ നേരത്തെ പറഞ്ഞു അവർ വിജയം മാത്രമാണ്, അവരും മറ്റൊരു പരിഗണനയില്ല, ഗ്രൂപ്പോ മറ്റു പരിഗണനകളോ ഒന്നും ഇത്തവണ വരാനുള്ള സാധ്യത തീരെ കുറവാണ്. അവർ വിജയം മാത്രമാണ് ആഗ്രഹിക്കുന്നത്. അവരേറ്റവും സൂക്ഷ്മമായി ശ്രദ്ധിക്കുന്നത് സാമുദായിക സമവാക്യങ്ങളെ കൃത്യമായി പാലിച്ചുകൊണ്ടെങ്ങനെ തിരുവനന്തപുരം ജില്ലയിലെ സീറ്റുകൾ വിഭജിച്ചു കൊടുക്കാം എന്നുള്ളതാണ് അവർ സൂക്ഷ്മമായി ശ്രദ്ധിക്കുന്നത്. ഇതിപ്പോൾ ഇതിനകത്ത് CPM-ൻ്റെ ഒരു ചിന്ത വന്നിട്ടുണ്ടാകാവുന്നൊരു കാര്യം, ഇതിപ്പോൾ സംസ്ഥാനത്താകെ ഉള്ളൊരു വികാരത്തിൻ്റെ മുകളിലല്ല ഈ തവണ ഒരുപക്ഷെ അതാത് മണ്ഡലങ്ങളിലെ ഭരണവിരുദ്ധ വികാരം എന്ന് വെച്ചാൽ അതാത് മണ്ഡലങ്ങളിലെ വികാരമുണ്ടല്ലോ, അതിനെ കൂടെ പരിഗണിക്കേണ്ടതുണ്ട് എന്നതായിരിക്കും രണ്ടു കൂട്ടരും. അത് ഇവർ മാത്രമല്ല 3 കൂട്ടരും കാണുന്നൊരു കാര്യം. അതുകൊണ്ട് ആ നിലക്കായിരിക്കും വരുന്ന. അതുകൊണ്ട് നമ്മളിപ്പോൾ പറഞ്ഞ ഈ കാര്യങ്ങൾ പൂർണ്ണമായിട്ടും ഇവരെല്ലാം മത്സരിക്കാൻ തന്നെയാണ് സാധ്യത. ഹർഷം പറഞ്ഞതുപോലെ ബി ജോയിയുടെ കാര്യത്തിൽ മാത്രം ഒരുപക്ഷെ മറ്റൊരു ആലോചന വന്നേക്കാം എന്നേ ഉള്ളൂ, ഈ പറയുന്ന കാരണം കൊണ്ട്, ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്നത് കൊണ്ട്.